മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജനുവരി 26-ാം തീയതി സഭ നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന വചനം പറയുന്നു. ഇന്നേ ദിനം ഭാരതീയരായി നമ്മളെ സംബന്ധിച്ച 1947 ഓഗസ്റ്റ് 15-ാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും 1950 ജനുവരി 26-ാം തീയതി നമുക്ക് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടാവുകയും ഇന്ത്യ ഒരു പരമാധികാര രാജ്യമായിട്ട് തീരുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ സഭ ഇന്ന് വിശുദ്ധ തിമോത്തിയോസിന്റെയും വിശുദ്ധ തീത്തൂസിന്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ബർന്നബാസിന്റെ ഒഴിവിലേക്ക് പൗലോസ് അപ്പോസ്തലൻ തെരഞ്ഞെടുക്കുന്നത് വിശുദ്ധ തിമോത്തിയോസിനെയാണ്. തിമോത്തിയോസിന്റെ മാതാവ് ഒരു യഹൂദ സ്ത്രീയായിരുന്നു. തിമോത്തിയോസിനെ കുറിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് തന്നെ ദൈവീക മനുഷ്യൻ എന്നാണ് പൗലോസ് തിമോത്തിയോസിനെ വിശേഷിപ്പിച്ചിരുന്നത്. തീത്തോസ് ആകട്ടെ, തീത്തോസ് അന്ത്യോക്യയിൽ ജനിച്ചു. വിജാതീയരായ മാതാപിതാക്കളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഒരു ഗ്രീക്കുകാരനായിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ തീത്തൂസിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പ്രതിപാദിക്കുന്നത് തീഷ്ണമതിയായ ഒരു മനുഷ്യൻ എന്നാണ്. തീത്തൂസിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ക്ലീറ്റ് എന്ന ദ്വീപിൽ സഭാഭരണം നടത്തുകയും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ രക്തസാക്ഷിയായി തീർന്നതിന്റെ 27 വർഷങ്ങൾക്ക് ശേഷം തീത്തൂസ് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന്. എന്താണ് സത്യം? അതിന്റെ പ്രത്യേകതകൾ എന്താണ്? നമ്മൾ വചനത്തിൽ നിലനിന്നാൽ വചനമാകുന്ന ക്രിസ്തുവിനെ അറിയുന്നതാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യവും സത്യവും. നമ്മൾ പ്രത്യേകമായിട്ട് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയായി തീരുന്നു എന്നല്ലേ വചനം പറയുന്നത്? പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയായിട്ട് മാറുന്നു. വചനമാകുന്ന ക്രിസ്തുവിൽ നിന്ന് നമ്മുടെയൊക്കെ ജീവിതത്തെ സമർപ്പിക്കണം. വചനം കേട്ടുപോകാനുള്ളതല്ല, വചനമാകുന്ന ക്രിസ്തുവിനെ ജീവിതത്തിന്റെ ഭാഗമാക്കാനായിട്ട് ഉള്ളതാണ്. നമ്മൾ സത്യത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ യഥാർത്ഥമായ ശിഷ്യന്മാരായി നമ്മൾ തീരും. സത്യം നമ്മൾ അറിയും. സത്യം നമ്മളെ സ്വതന്ത്രരാക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്നേ ദിനം ഭാരതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധരുടെയൊക്കെ ഇന്നേ ദിവസം തിരുനാൾ ആഘോഷിക്കുന്ന ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം നമ്മുടെ രാജ്യത്തിനുണ്ടാകുവാനും നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനങ്ങളും യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും നമ്മുടെയൊക്കെ ഭാരതത്തിൽ യേശുവിനെ കുറിച്ചറിയാത്ത ജനങ്ങൾക്ക് യേശുവിനെ കുറിച്ചറിയുവാൻ കഴിയുന്ന ഒത്തിരിയേറെ മിഷണറിമാർ ഉണ്ടാകണമേ എന്നും ഇന്നേ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.